ഹായ് ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയിട്ട് എല്ലാവർക്കും ചുറ്റിക്കറങ്ങാനൊക്കെ ആയിരിക്കും പരിപാടി. ഞങ്ങൾ ഇന്നലെ ചുറ്റിക്കറങ്ങി കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ എല്ലാ ദിവസവും വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഏത് ദിവസം വേണമെങ്കിലും പോകാമല്ലോ. അപ്പോൾ നമ്മൾ ഇന്നലെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, മാമൻ്റെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അവർ പോയി. അപ്പോൾ അവർ പോകുമ്പോൾ ഒന്ന് മാളിലൊക്കെ പോയി ഒന്ന് കറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ പോയത് പയ്യന്നൂർ മാളിലേക്കായിരുന്നു. അങ്ങനെ അവിടെ കയറി അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി. അപ്പോൾ കുഞ്ഞന് പറഞ്ഞു കളിക്കുന്ന സ്ഥലം. അവിടെ പോയി പിന്നെ കളിക്കുന്ന സ്ഥലം നിർബന്ധമാണ്, അവന് സ്ഥലമൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് ലിഫ്റ്റിലൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞു. എസ്കലേറ്റർ എനിക്ക് പേടിയാണ്, ഞാൻ കയറിയില്ല കേട്ടോ. അവന് ആശയുണ്ടായി, അവന് പേടിയൊന്നുമില്ല, അവൻ കയറിയിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ കൂടെ അവൻ കയറിയിട്ടുണ്ടായിരുന്നു, ഞാൻ കയറിയില്ല. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കളിക്കുന്ന സ്ഥലത്ത് കയറി. കളിക്കുന്ന സ്ഥലത്ത് കയറും ഈ ബോളിൻ്റെ ഉള്ളിൽ ഉരുളൽ മാത്രമാണ് അവൻ്റെ മെയിൻ ഹോബി. ബാക്കി മറ്റേതിലേക്ക് കൂടി ഇങ്ങനെ കയറിയിട്ടൊക്കെ കളിക്കണ്ട, അതിൻ്റെ ഉള്ളിലൊന്നും കയറില്ല. ഒത്തിരി നാളായി പോയിട്ട് കളിക്കൊന്നും ചെയ്യാത്ത. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ താടിക്കൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് എനിക്കും കുറച്ച് സങ്കടമായി. അങ്ങനെ ഞാൻ കയറ്റി വിട്ടതാണ്. അപ്പോൾ ഇത് അവന് ഇവിടെ മാത്രമേ കയറുള്ളൂ. അതിൻ്റെ ഇതൊക്കെ ഞാൻ കാണിക്കുന്ന ഈ പോർഷൻസിലൊന്നും അവൻ കയറില്ല. അതൊക്കെ കുറച്ച് ഹൈറ്റുള്ള സംഭവമാണ്. അപ്പോൾ അവന് കുറച്ച് ഹൈറ്റിലേക്ക് കയറി പോകാനുള്ള ഒരു പേടിയുള്ളതുകൊണ്ട് അവൻ കയറില്ല. മുകളിൽ വരെ പോവും, പക്ഷെ നടക്കില്ല അതിലേക്ക് കൂടി. എന്താണെന്നറിയില്ല, കുറച്ച് പേടിയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കുട്ടികൾ കയറിയിട്ടുണ്ടായിരുന്നില്ല, അവർ പുറത്ത് നിൽക്കായിരുന്നു. എന്താ വെച്ചാൽ ഇതിൻ്റെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവന് ഒറ്റക്കാക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു, അവർ പുറത്ത് നിന്നു. പിന്നെ ഇതേ കുറച്ച് കളിക്കുന്ന കുറേ സാധനങ്ങൾ, ഈ സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ കറക്റ്റായിട്ട്. അപ്പോൾ ഇതൊക്കെ പണ്ടേ ഉള്ളതായിരുന്നു. പിന്നെ പുതിയൊരു ഐറ്റമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇവൻ ഇവിടെ വരെ കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവിടുന്ന് കുറേ നേരം ഇതിനെ കൊണ്ട് ഇങ്ങനെ ടിഷ്യൂ ആക്കിയിട്ടൊക്കെ കളിച്ചു. പക്ഷേ അതിൻ്റെ മുകളിലേക്ക് കയറുന്നുണ്ടായിരുന്നില്ല. ടോപ്പ് അതിൻ്റെ മുകളിലും കയറി, പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പേടിച്ചിട്ട് അതുപോലെ തന്നെ ഞാൻ അവിടുന്ന് ഒരു തുള്ളുന്ന സ്ഥലം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് പേടിയുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറേ പറഞ്ഞു നോക്കി, പക്ഷേ നോ രക്ഷ. നമ്മൾ എവിടെയൊക്കെ പോകണം, എന്തൊക്കെയോ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ബ്യൂട്ടി ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല കേട്ടോ. അവർക്ക് പോകാനുള്ള സമയവും അതിക്രമിച്ചു. പിന്നെ അവർക്ക് ചെരുപ്പ്, ഡ്രസ്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ട് പോയി. അപ്പോൾ നമ്മൾ പിന്നെ സ്റ്റുഡിയോയിലേക്കും കൂടെ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് നോക്കാനായിട്ട്. അപ്പോൾ കുറേ നേരത്തേക്ക് കുഞ്ഞുണ്ണ ഒറ്റക്കായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ കുട്ടി വന്നത് കേട്ടോ. ആ കുട്ടി വരുമ്പോഴത്തേക്ക് കുഞ്ഞിന് ഏകദേശം ഇവിടെ നിന്ന് ഇറങ്ങേണ്ട സമയം, ഏകദേശം ഒരു 3/4 മണിക്കൂർ മറ്റാണ് ഇവിടെ അവർ തരുന്ന ടൈം. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഞാൻ കുറേ ആയി മാളിൽ കയറാത്തത്. അപ്പോൾ ഈ സ്ഥലത്തേക്കൊക്കെ വന്നിട്ട് താഴെ വരുത്തുണ്ട്, അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ക്രിക്കറ്റ് കളിക്കുന്ന പുതിയ ഐറ്റമായിരുന്നു, ഞാൻ അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഫുഡ് കോർട്ടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു, വേറൊരു റെസ്റ്റോറൻറ്റ്, അതിൻ്റെ പേര് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതേ ബോളിൽ വീണിങ്ങനെ ഉരുളുകയാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ പോയത് സ്റ്റുഡിയോയിലേക്കായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നേരെ ഇങ്ങോട്ടേക്ക് വിട്ടു. പിന്നെ വൈകിട്ട് ഇപ്പം ബ്ലോക്കും സ്റ്റാൻഡിൽ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് ബ്ലോക്ക് അധികമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു അവർക്ക് ബസ് കിട്ടാനായിട്ട്. അവർക്ക് അങ്ങ് പോകാനുണ്ട്, മാട്ടൂലിലേക്കാണ് പോകേണ്ടത്. അവർക്ക് ഡയറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പഴയങ്ങാടി പോയി അവിടുന്ന് ഓട്ടോനോ അങ്ങനെ എന്തെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് ലാസ്റ്റ് ഒന്ന് സെലക്റ്റാക്കി ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ നല്ല പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ എങ്ങാനും വന്നതാണെന്ന് തോന്നുന്നു. നല്ല പുതിയ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഐറ്റംസിന് നല്ല റേറ്റും ഉണ്ടായിരുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇതേ 2 കുട്ടികൾ കൂടി കളിക്കുന്നുണ്ട്. കുഞ്ഞ് കുറേ നേരം നോക്കിയിരുന്നു, ഞാൻ വിട്ടില്ല, എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.